നോമ്പുകാലം നല്ല തിരഞ്ഞെടുപ്പുകളുടെ തിരിച്ചറിവിൻ്റെ തിരിച്ചുവരവിൻ്റെ സമയമാണ്. ദൈവത്തോട് ആഴമുള്ള ബന്ധം സൃഷ്ടിക്കുവാനും ദൈവവുമായി ജീവിക്കുവാനും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും നമ്മെ സഹായിക്കേണ്ട പ്രാർത്ഥനയുടെ കാലം. വചനം ഇന്ന് ഒരു കണ്ടുമുട്ടലിൻ്റെ കഥയാണ് വിവരിക്കുന്നത്. ചില കണ്ടുമുട്ടലുകളൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം അർത്ഥം നൽകുന്നു, ആശ്വാസം നൽകുന്നു, ജീവിക്കുവാനുള്ള പ്രേരണ നൽകുന്നു, പ്രചോദനവും പ്രകാശവും നൽകുന്നു. ഒരു കിണറിൻ്റെ കരയിൽ വെച്ചുള്ളൊരു കണ്ടുമുട്ടലാണ് വചനം വിവരിക്കുന്നത്. കിണർ ഒരത്ഭുതമാണ്, അതൊരാശ്വാസമാണ്, ഒരു ഉറവയാണ്, സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ജീവിതത്തിൻ്റെ പ്രതീകമാണ്, വറ്റിപ്പോകാത്ത ഉറവയെക്കുറിച്ചുള്ള സൂചനയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിക്കുവാനുള്ള പ്രേരണ, അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇടപെടലുകളൊക്കെ, ഈ കണ്ടുമുട്ടലുകൾ ഒരു ജീവിതത്തെ എങ്ങനെയാണ് പരിവർത്തനപ്പെടുത്തുന്നു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ വഴികളിൽ എവിടെയോ താളം തെറ്റുന്ന, തെറ്റുകൾ സംഭവിക്കുന്ന, അത് മറച്ചു പിടിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നവർക്കൊരു താക്കീത് കൂടിയാണ്. ആരും ഒന്നും അറിയുന്നില്ല എന്നുള്ളതല്ല, എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട് എന്നുള്ളതാവട്ടെ നമ്മുടെ ചിന്തയും ധ്യാനവും. എന്നാൽ ഒന്നുകൂടി മനസ്സിലാക്കാം, ഈ തെറ്റിൻ്റെ പേരിൽ നമ്മളെ പരസ്യമായി കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവനല്ല ക്രിസ്തു. എത്ര സുന്ദരമായ മനോഭാവത്തോടെ, വാത്സല്യമുള്ള ഹൃദയത്തോടെ ആ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അതുവരെ കൂടെ നിന്ന ശിഷ്യന്മാരെ എത്ര കൃത്യമായി അവൻ ഒഴിവാക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന സുന്ദരമായൊരു നിമിഷത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ കേടുപാടുകളോ പ്രശ്നങ്ങളോ പരസ്യപ്പെടുത്താതിരിക്കുവാനോ മറ്റൊരു ചെവി അറിയാതിരിക്കുവാനോ അവനൊരു ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ അകലേക്ക് മാറ്റി അവളോടൊപ്പം ഏറ്റവും സുന്ദരമായ അനുഭവങ്ങളിലേക്ക് അവളെ ആഴപ്പെടുത്തുന്നുണ്ട്. പുതിയൊരു ജീവിതം സൃഷ്ടിക്കുവാനും പഴയ ജീവിതമാർഗങ്ങളെ പരിത്യജിക്കുവാനും. സംഭവിച്ചുപോയ തെറ്റുകളെ ഓർത്ത് കുറ്റപ്പെടുത്തലൊന്നുമല്ല, ജീവിക്കേണ്ട ജീവിതത്തെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഏറ്റവും ശുദ്ധമായ മനസ്സോടെ ജീവിതത്തെ വീണ്ടും കണ്ടുപിടിക്കുവാൻ, കൊണ്ടു നടക്കുവാൻ സാധ്യമാവണം. ഒരു നല്ല മാനസാന്തരം സംഭവിച്ചിരിക്കുന്നു. എളിയ വാക്കുകളിലൂടെ ഒരു ജീവിതത്തെ എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നോമ്പുകാലം ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകട്ടെ. നമ്മുടെ തന്നെ ബലഹീനതകളെക്കുറിച്ച് ബോധ്യമുള്ളവരാവാം, നമ്മുടെ പരിമിതികളെക്കുറിച്ച് കൃത്യമായി ബോധ്യങ്ങളുള്ളവരാവാം. ആരെയും കുറ്റപ്പെടുത്താനും വിമർശിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകളെ ക്രൂരമായി വിധിക്കുവാനും ചൂണ്ടിക്കാണിക്കുവാനും വിളിക്കപ്പെട്ടവരല്ല. നമ്മുടെ തന്നെ തെറ്റുകളെക്കുറിച്ച് ബോധ്യമുള്ളവരായി അത് വാത്സല്യത്തോടെ തിരുത്തുവാനും ക്ഷമിക്കുവാനും കരുണ കാട്ടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊണ്ടും അനുഭവിച്ചും നന്മയുടെ വഴികളിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഉറവ പറ്റാത്ത കിണർ പോലെ വാത്സല്യം ഒട്ടും കുറയാത്ത ക്രിസ്തു സ്നേഹം കൂടെയുണ്ട്. ഇനി നമുക്കുള്ളത് പുതിയ ജീവിതമാണ്. എല്ലാ ക്രിസ്തീയ അനുഭവങ്ങളും പുതിയൊരു മനുഷ്യനാക്കി നമ്മളെ രൂപപ്പെടുത്തട്ടെ. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന, ക്രിസ്തുവിനെ അനുഭവിക്കുന്ന എല്ലാ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ ദിനങ്ങളാണ്, അത്ഭുതമാണ്. ആമേൻ.